ലാളിത്യത്തിന്റെ പ്രതീകം ഫ്രാൻസിസ് മാർപ്പാപ്പ. വിജീഷ് എറവക്കാടിന്റെ ശില്പം ഇനി തൃശൂർ ബിഷപ്പ് ഹൗസിനെ അലങ്കരിക്കും. സ്വപ്ന സാക്ഷാത്കാരം സാധിച്ചില്ലെങ്കിലും തന്റെ മാർപ്പാപ്പ ശില്പം തൃശൂർ അതിരൂപതയ്ക്ക് നൽകാനായതിൽ സന്തോഷ നിർവൃതിയിലാണ് ശില്പി വിജീഷ് എറവക്കാട്. 3 അടി ഉയരം, 2.5 അടിയോളം വീതി, കുമ്മിൾ മരത്തിലും തേക്കിൻ തടിയിലുമാണ് വിജീഷ് എറവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശില്പം നിർമ്മിച്ചത്. ലാളിത്യത്തിന്റെ പ്രതീകമായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഹിന്ദുമത വിശ്വാസിയാണ് എറവക്കാട് സ്വദേശിയായ വിജീഷ് പാണംപറമ്പിൽ. 1 വർഷം മുൻപാണ് ആ വാർത്ത വിജീഷ് ഏറെ സന്തോഷത്തോടെ കേട്ടത്. മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കും, ചിലപ്പോൾ തൃശ്ശൂരിലും എത്തും എന്നതായിരുന്നു ആ വാർത്ത. മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കാൻ ശില്പിയായ വിജീഷ് ഉടനെ മരത്തടിയിൽ മാർപ്പാപ്പയുടെ മുഖം കൊത്തിയെടുക്കാൻ ആരംഭിച്ചു. 2 മാസത്തെ പ്രയത്നം കൊണ്ട് 3 അടി ഉയരത്തിലുള്ള മരത്തിൽ തീർത്ത ശില്പം തയ്യാറായി. മാർപ്പാപ്പയ്ക്ക് നേരിട്ട് കൊടുക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ അധികം വൈകാതെ മാർപ്പാപ്പ രോഗാവസ്ഥയിലായി. കഴിഞ്ഞ മാസം മാർപ്പാപ്പ മരിക്കുകയും ചെയ്തതോടെ വിജീഷിന്റെ സ്വപ്നം നടക്കാതെ പോയി. മാർപ്പാപ്പയുടെ ഓർമ്മ നിലനിർത്താൻ പറ്റിയ ഇടം ബിഷപ്പ് ഹൗസാണെന്നറിഞ്ഞതോടെ ശില്പവുമായി ബിഷപ്പ് ഹൗസിലെത്തി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ശില്പം ഏറ്റുവാങ്ങി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശംസാ സന്ദേശം അടങ്ങിയ രേഖകൾ ബിഷപ്പ് വിജീഷിന് സമ്മാനിച്ചു. ശില്പം അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ ബിഷപ്പ് ഹൗസിൽ സൂക്ഷിക്കുമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിജീഷ് എറവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം മരത്തിൽ അതിമനോഹരമായി എൻഗ്രേവ് ചെയ്ത് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ അത് സാധിച്ചില്ല. മരണത്തിന് ശേഷമാണെങ്കിലും ഇത് നൽകപ്പെടുകയാണ്. വിജീഷ് എന്ന കലാകാരൻ മരത്തിൽ കൊത്തിയ ഈ മനോഹരമായ ചിത്രത്തിന് വിജീഷിനെയും വിജീഷിൻ്റെ സഹധർമ്മിണി മക്കൾ അവരൊക്കെ പ്രത്യേകമായ വിധത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഇത്രയും മനോഹരമായി, സുന്ദരമായി, കലാപരമായി ഈ മാർപ്പാപ്പയുടെ മരത്തിൽ കൊത്തിയ ചിത്രം അതിന് പ്രചാരം ലഭിക്കട്ടെ. ഇതിന് പ്രത്യേകമായ വിധത്തിൽ എല്ലാവരുടെയും പേരിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആദരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വിജീഷിന് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുഗ്രഹ സന്ദേശം ബിഷപ്പിലൂടെ നേടാനായതിലും ശില്പം ആൻഡ്രൂസ് പിതാവിനെ കൈമാറാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമെന്ന് ശില്പി വിജീഷ് എറവക്കാടും പറഞ്ഞു. പിതാവിനെ വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പിതാവ് കേരളത്തിൽ വരുമ്പോൾ നേരിട്ട് കൊടുക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു 50-55 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിതാവിന് നേരിട്ട് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇത് ബിഷപ്പ് ഹൗസിലേക്ക് ഏൽപ്പിക്കാമെന്നുള്ള തീരുമാനം ഉണ്ടാവുകയാണ്. വിജീഷിന്റെ ഭാര്യ നിത്യ, മക്കളായ നീരവ്, നീരജ് എന്നിവർ ഒന്നിച്ചു വന്നാണ് ശില്പം ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന് നൽകിയത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ സാബു പുത്തൂരിനൊപ്പം പ്രദീപ് ഉണ്ണി, ACV ന്യൂസ്.